സ്വാഗതം കട്ട് ആൻഡ് റീഡിലേക്ക്. പിണറായി 3.0 LDFിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. നേതാക്കളെല്ലാം ആവേശത്തിൽ കൊടി പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് അവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആവേശത്തിലുള്ള യാത്രയിൽ ഒന്നിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം പുറകിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കാണാതിരിക്കേണ്ട. സഖാവെ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും പുറകിൽ ആരും കാണില്ല. പറഞ്ഞു വരുന്നത് CPM-ലെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ്. ഒരു കേവല കൊഴിഞ്ഞുപോക്ക് എന്നതിനപ്പുറത്ത് കൂടുവിട്ട് കൂടുമാറുന്ന സഖാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. CPM എന്നല്ല, CPI അടങ്ങുന്ന LDFിലെ മൊത്തത്തിലുള്ള സ്ഥിതി ഇതാണ്. ഏറ്റവും ഒടുവിൽ വന്ന G സുധാകരന്റെ വിഷയം വരെ പാർട്ടിക്ക് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാൻ പാർട്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അനുനയത്തിന് ശ്രമിച്ച് നടന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന രീതിയുമുണ്ട്. ഇതിനോടകം നിരവധി പേർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കും BJP-യിലേക്കും ചേക്കേറി. CPM വിട്ട് 58 പേർ BJP-യിൽ ചേർന്നു എന്ന വാർത്ത വന്നത് ഈ അടുത്താണ്. അതിൽ തന്നെ CITU ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 5 ബ്രാഞ്ച് സെക്രട്ടറിമാരും 49 ബ്രാഞ്ച് അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രാദേശികമായ കൊഴിഞ്ഞുപോക്കിനപ്പുറത്ത് നേതൃനിരയിൽ തന്നെയുള്ളവരുടെ കൊഴിഞ്ഞുപോക്കാണ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായത്. ദീർഘകാലം CPM നേതാവും 3 തവണ ദേവികുളം MLA-യുമായിരുന്ന S രാജേന്ദ്രൻ BJP-യിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു. രാജേന്ദ്രനൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM പ്രവർത്തകൻ സന്തോഷ് എന്നിവരും BJP-യിൽ ചേർന്നിരുന്നു. ഒരു നിബന്ധനയും മുന്നോട്ട് വയ്ക്കാതെയാണ് BJP-യിൽ ചേർന്നത് എന്നാണ് രാജേന്ദ്രൻ പ്രതികരിച്ചത്. എന്നാൽ പാർട്ടി വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നതിന് പിന്നിൽ അധികാരമോഹമാണെന്നാണ് CPM-ന്റെ വെപ്പ്. അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് അത്രയധികം ചീത്തവിളി കേട്ടയാളാണ് ആയിഷ പോറ്റി. CPM-ലുള്ളപ്പോൾ പാർട്ടിക്ക് നല്ലയാളായിരുന്ന ആയിഷ പോറ്റി പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ അധികാരമോഹിയായി മാറി. അഭിഭാഷകയായ ആയിഷ പോറ്റി ഏറെ നാളുകളായി CPM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. MLA കാലാവധി കഴിഞ്ഞതിനു ശേഷം പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ വർഷം അവരെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. പല പാർട്ടി പരിപാടികളിലേക്കും അവരെ ക്ഷണിക്കുക പോലും ചെയ്യാതെ വന്നതോടെ അതൃപ്തി വർദ്ധിക്കുകയും കോൺഗ്രസിലേക്ക് മാറുകയുമായിരുന്നു. മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനം വലിയ വിഷമങ്ങളാണ് നൽകിയത്. അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. അധികാരമോഹിയല്ല. മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ എല്ലാവർക്കുമൊപ്പം ഇനിയും കാണും. നേരത്തെ തീരുമാനിച്ചതല്ല. ദീർഘകാലമായി ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്നും മനുഷ്യർക്കൊപ്പം പ്രവർത്തിച്ച് മനുഷ്യർക്കായി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ആവശ്യമില്ല എന്ന് വന്നാൽ അപ്പോൾ സലാം പറയുക എന്നുള്ളതാണ്. കണ്ണൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പാർട്ടി വകമാറ്റിയെന്ന് തുറന്നു പറഞ്ഞതോടെയാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് അനഭിമതനായത്. T മധുസൂദനൻ MLA-യാണ് ഫണ്ട് തട്ടിയെടുത്തത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം തെറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞതോടെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്ക് പുറത്താക്കി. പിന്നീട് ഇതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം തന്നെ പുറത്തിറക്കി. അതേറ്റുവാങ്ങിയ ആൾക്കു നേരെ വരെ ഭീഷണിയുണ്ടായി. പട്ടികജാതി സംവരണ മണ്ഡലമായ നാട്ടികയിൽ CPI-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഉടലെടുത്തത്. നിലവിലെ MLA CC മുകുന്ദനെ തഴഞ്ഞ് മുൻ MLA ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതിൽ രോഷാകുലനായ മുകുന്ദൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. 10 വിരലുമായി രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിന് വന്നയാളാണ് ഗീതാ ഗോപിനാഥ്. അവർ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് പൊന്നിൽ കുളിപ്പിച്ചായിരുന്നു എന്ന കിംവദന്തിയും നാട്ടിലുണ്ട്. ഒരു MLA പദവി കൊണ്ട് ഇങ്ങനെ ഇത്രമാത്രം സമ്പത്ത് വാരിക്കൂട്ടാൻ കഴിയുമെന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് പേയ്മെന്റ് സീറ്റ് എന്ന് ആരോപിക്കപ്പെടുന്ന തരത്തിൽ നാട്ടികയിൽ ഗീതാ ഗോപിനാഥിനെ മത്സരിപ്പിക്കാനൊരുങ്ങുന്നത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുകുന്ദൻ പിന്നീട് അറിയിക്കുകയായിരുന്നു. ഇതോടെ പാർട്ടി മുകുന്ദനെ പുറത്താക്കി വാതിലടച്ചു. ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെയാണ് PK ശശിക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നത്. മുൻ KTDC ചെയർമാനായ PK ശശിയെ CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് നടന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കിയത്. ഇനിയിപ്പോ എന്തിന് PK ശശിയെ പുറത്താക്കിയെന്ന കാര്യത്തിൽ
വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണത്രേ പാർട്ടി. അവൾക്കൊപ്പമെന്ന് രാഖി രാമാനം പറയുന്നവരാണ് പുറത്തിറങ്ങിയപ്പോഴും കൂടെ ഉണ്ടായിരുന്നപ്പോഴും വനിതാ സഖാക്കളെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ തുറന്നു പറഞ്ഞപ്പോൾ സാക്ഷര കേരളം മൂക്കത്ത് വിരൽ വെച്ചു. സത്യവിരുദ്ധമായ കാര്യങ്ങൾ തനിക്കെതിരെ പ്രചരിച്ചു. തന്നെ സ്വഭാവഹത്യ ചെയ്യുക എന്നതായിരുന്നു മുൻ ജില്ലാ സെക്രട്ടറി AP ജയന്റെ ശൈലി. അവിവാഹിതയാണ്, കല്യാണ ആലോചനയുണ്ട്, അതിനെ വരെ മോശമായി ബാധിക്കുന്ന തരത്തിൽ തനിക്കെതിരെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് AP ജയൻ പ്രചാരണം നടത്തി. ഞാൻ അത്തരക്കാരിയല്ല. അതിനെ തുടർന്നാണ് ജയനെതിരെ പരാതിയുമായി നീങ്ങിയത്. പലതും വെളിപ്പെടുത്താനുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ച് എല്ലാം തുറന്നു പറയുമെന്നുവരെ അവർക്ക് പറയേണ്ടി വന്നു. ഒടുവിൽ പാർട്ടി വിട്ട് അവർ കോൺഗ്രസിൽ ചേക്കേറി. ഇതിനോടകം കുറഞ്ഞത് 7-8 പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നും ബിനോയ് വിശ്വം സഖാവിനെ 2 വർഷത്തിനിടയ്ക്ക് 20 തവണയെങ്കിലും കണ്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. കാര്യങ്ങൾ പറയുമ്പോൾ താൻ നിസ്സഹായനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയെന്നും താൻ ആരാണ് എന്ന ബോധ്യം സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലെന്നും എന്നെപ്പോലെ സമാനമായ പരാതികളുമായി സഖാക്കൾ വരുമ്പോൾ നിസ്സഹായനായി നിന്നാൽ അവർക്ക് ഹൃദയവേദന ഉണ്ടാകില്ലേ എന്നും അവർ ചോദിച്ചു. ഇവർ മാത്രമല്ല, പിന്നീട് നിരവധി പേർ CPI വിട്ടു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന P അരുൺ CPI വിട്ട് BJPയിൽ ചേർന്നു. സജീവ CPI പ്രവർത്തകനായിരുന്ന മുകേഷ് വെട്ടുമ്മൽ, VP അശ്വതി എന്നിവരും അവർക്കൊപ്പം BJPയിൽ ചേർന്നു. സ്ത്രീകൾക്ക് നേരെ ഉയരുന്ന പ്രശ്നങ്ങൾ ചില കേസുകളിൽ പാർട്ടിയുടെ കണ്ണിൽ ഉടക്കാറേയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട ചിലർക്ക് വേണ്ടി കണ്ടിട്ടും കാണാതെ നടിക്കുന്നതാണ് സത്യം എന്ന് പറയട്ടെ. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും നേരത്തെ മുകേഷിനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ പാർട്ടി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും മഹത്തായ ഉദാഹരണം. CPI നേതാവും വൈക്കം മുൻ MLA-യുമായ K അജിത്ത് BJPയിൽ ചേർന്നെന്ന വാർത്തയും വന്നു. 2 തവണ വൈക്കം MLA ആയിരുന്നു K അജിത്ത്. അജിത്തിന്റെ പിതാവായ MK കേശവൻ വൈക്കം മണ്ഡലത്തിൽ നിന്ന് പലകുറി CPM ബാനറിൽ ജയിച്ചു വന്നയാളാണ്. പെട്ടെന്നുള്ള തീരുമാനത്തിലല്ല BJP പ്രവേശനമെന്നും ദളിത് വിഭാഗത്തിന് സർക്കാരിൽ നിന്ന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നും അതൃപ്തി CPI നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നെന്നും എന്നാൽ പരാതി പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് എന്തു പറഞ്ഞാലും അനങ്ങാപ്പാറ കണക്കേരിക്കുന്ന മന്ത്രിമാരെ നോക്കിയിരുന്ന് മടുത്തപ്പോൾ അവർ മറുകണ്ഠം ചാടി, അത്ര തന്നെ. NCPയിൽ AK ശശീന്ദ്രനുമായുള്ള പോര് മുറുകുകയാണ്. AK ശശീന്ദ്രനെ മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് ചിലരുടെ നിലപാട്. എന്നാൽ താൻ ഇനിയും മത്സരിക്കുമെന്നും നേതൃനിരയിൽ ചിലർ ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുമുള്ള പരിഭവം വല്ലാതുണ്ട് AK ശശീന്ദ്രന്. കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. പുതിയ തലമുറ നാടുവിടുകയാണ്. അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. സിനിമാ നടൻ ജയൻ ചേർത്തല, പ്രേംകുമാർ എന്നിവരും പാർട്ടി വിട്ടു. ഇവരുടെയൊക്കെ കൂടുമാറ്റം ചോദ്യം ചെയ്തപ്പോൾ ഇവരൊന്നും പാർട്ടിയുടെ ആളുകളൊന്നുമല്ല, ഞങ്ങൾ പലരെയും പാർട്ടിയുമായി സഹകരിപ്പിക്കാറുണ്ട്, പിണങ്ങുന്നവർ പിണങ്ങിപ്പോകും, അല്ലാതെന്താ എന്ന മറുചോദ്യം ചോദിക്കാനായിരുന്നു MV ഗോവിന്ദന്റെ താല്പര്യം. അതായത് സ്വന്തം കാലിനടിയിലെ മണ്ണലിച്ചു പോകുമ്പോഴും ന്യായം പറഞ്ഞിരിക്കുക തന്നെ മഹത്വം. പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളും പാർട്ടി അംഗത്വം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടെന്നും സംസ്ഥാന സെക്രട്ടറി അടക്കം അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി CPM വിടാനുള്ള സുധാകരന്റെ തീരുമാനം വലിയ തോതിലുള്ള ചർച്ചയ്ക്കാണ് ഇടവരുത്തിയത്. പാർട്ടി ജില്ലാ നേതൃത്വം തന്നോട് കാണിക്കുന്ന അവഗണനയിൽ സുധാകരൻ നേരത്തെ തന്നെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. 70 കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിനുള്ളവരല്ല തങ്ങൾ ആരുമെന്ന് സുധാകരൻ പറയുമ്പോൾ പാർട്ടി എത്രമാത്രം അയാളെ അവഗണിച്ചുവെന്ന് മനസ്സിലാകും. പല വിധത്തിലും അനുനയ നീക്കം നടത്തിയെങ്കിലും സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറായില്ല. ഇനി അനുനയ നീക്കത്തിലൊന്നും കാര്യമില്ല. കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയി. ആശയങ്ങളും താത്വിക അവലോകനങ്ങളും കൊണ്ട് മാത്രം ഒന്നും നേരെയാവില്ല സഖാക്കളെ. ഇനിയും പിന്തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വരില്ല എന്നർത്ഥം.